നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറയിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ ഐറ്റം വേറയില് കലാകാരന്മാരെ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ, അതായത് ഫിലിം ഇൻഡസ്ട്രിയിലാണെങ്കിൽ സംസാര വിഷയമായി മാറിയിരിക്കുക. ഇന്ന് ചാനലുകളിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പരിപാടിയായി മാറിക്കൊണ്ടിരിക്കുന്നു. റേറ്റിംഗിലും എല്ലാ കാര്യത്തിലും മാറിക്കൊണ്ടിരിക്കുന്നതല്ല, മാറിക്കഴിഞ്ഞു. മാറിക്കഴിഞ്ഞു. അപ്പോ ഇവര് സംസാര വിഷയമായിട്ട് മാറിയിരിക്കുന്ന ഒരു ടീമാണിത്. സജി മുങ്ങോടും സുധീഷ് പുനല്ലൂരും സൂര്യശ്രീയും. ഓക്കെ, ഇവര് മൂന്നുപേരുടെയും പല സ്കിറ്റുകളും ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാം ഗംഭീരായിരുന്നു. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. പക്ഷെ അതിനേക്കാൾ ഗംഭീരമാക്കാനാണ് ഇത്തവണ അവരെത്തുന്നത്. ഓക്കെ, ഓൾവേസ് വെൽക്കം. അയ്യോ അയ്യോ, എന്തോ ഒരു ശബ്ദം കേട്ടെ. യോ, ആരാണ്ടൊക്കെ ഇറങ്ങി ഓടുന്ന കണ്ടയോ? അരവിന്ദ ചാമി വല്ലതും ആണോ? എന്റെ ദൈവമേ! അയ്യോ അയ്യോ അയ്യോ, താണ്ടൊരു ഹെലികോപ്റ്റർ. അയ്യോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ഹെലികോപ്റ്റർ കാണുന്നത്. ആ രമണി സുധയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇതിനകത്തൊന്ന് കയറണം. അയ്യോ അയ്യോ, എന്റെ ദൈവമേ! ഏതോ കാലമാണെന്നാണ് എന്റെ വാഴത്തോട്ടത്തിനകത്തോട്ട് ഹെലികോപ്റ്റർ കൊണ്ടിടിച്ചു കയറ്റിയേ. അയ്യോ അയ്യോ, എന്റെ വാഴേ, എന്റെ വാഴേ! അയ്യോ, എന്റെ ഹെലികോപ്റ്ററേ, എന്റെ ഹെലികോപ്റ്റർ, എന്റെ വാഴത്തോട്ടം പോയേ. ഞാൻ ഇതിനി ആരോട് പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. അയ്യോ അങ്ങനെ ഞാൻ സ്വതന്ത്രൻ. വീഡിയോ വേണ്ട. വീഡിയോ വേണ്ടെന്നോ? ഓഡിയോ മാത്രം മതി. അയ്യോ അയ്യോ അയ്യോ, ഇപ്പൊ നാണക്കേടായെന്നെ മുന്നേ ഈശ്വരാ. എക്സ്ക്യൂസ് മീ, എന്താ അവിടെ ഒരു ബഹളം? ആരാടോ? ഞാൻ മോളിൽ നിന്ന് വന്നതാ. എന്നിട്ട് എന്തിയാവള് മോളിയുടെ കൂടെ വന്നേന്ന് പറഞ്ഞായിരുന്നു. അതല്ല ഞാൻ പറഞ്ഞത്, മോളിൽ നിന്ന് ഈ വണ്ടിയിൽ വന്നതാണെന്ന്. അപ്പൊ നീയാണോ എന്റെ വാഴയെ നശിപ്പിച്ചത്? അല്ല, ഇനി അതും കൂടെ ഉള്ളു, ബാക്കി എല്ലാം എന്റെ തലയിൽ ഇരിക്കുക. കെട്ടി തലയിൽ വെച്ചതാ. വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുന്ന കണ്ടോ? എന്തോന്ന്? ഞാൻ വിചാരിച്ചു വാഴയായിരിക്കും. രണ്ടും കണക്കാ. അയ്യോ അയ്യോ, എന്റെ കൂമ്പേ, എന്റെ കൂമ്പേ, എന്റെ കൂമ്പേ! ഇങ്ങനെ ഇടിക്കല്ലെന്ന്. എങ്കിൽ നിങ്ങൾ കൂമ്പ് വാടി നിങ്ങൾ ചത്തുപോകും. ഇതൊക്കെ ചോദിക്കും താൻ ആരോട്? താനല്ലേ ഈ പരിപാടി കാണിച്ചിട്ടത്? ഞാനിത് ലിഫ്റ്റ് അടിച്ചു വന്നാണ്. ഏതോ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് അനാവശ്യം പറഞ്ഞിട്ട് അവിടുന്ന് ലെഫ്റ്റ് അടിച്ചിട്ട് വാഴത്തോട്ടത്തിലോട്ടാണോ വരുന്നത്? അല്ല, ഞാനിങ്ങനെ ചോദിച്ചോണ്ടല്ലേ ഇങ്ങനെ ഒരു മാട്ട സാധനം ഇപ്പൊ ഈ വായിന്ന് വീണത്. വല്ല ആവശ്യമുണ്ടോ? ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ ലെഫ്റ്റ് എന്നാണോ പറഞ്ഞത്? ഞാൻ ലിഫ്റ്റ് അടിച്ചു വന്നാണെന്ന്. പിന്നല്ലാതെ നിങ്ങൾ എന്തോ പന്ന പരിപാടിയാണോ ഈ കാണിച്ചിട്ടേക്കുന്നത്? ഞാൻ പറഞ്ഞു തരാം. ഞാൻ ആ ബിവറേജിന്റെ ഫ്രണ്ടിൽ ക്യൂവിൽ ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുമായിരുന്നു. ഒരാൾ ബാക്കിൽ ക്യൂവിൽ നിന്ന് ഒരാൾ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഒരു പൈൻ്റ് എടുത്ത് തരുമോ, ഞാൻ വണ്ടിയിൽ അങ്ങോട്ട് ആക്കാന്ന് പറഞ്ഞു. ഒരു ഉപകാരം, ബൈക്കിൽ നമുക്ക് വീട്ടിലിടക്കൊന്നും പുറത്തിറങ്ങാലോ. അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഹെലികോപ്റ്റർ എടുത്ത് മടിയിൽ വെച്ചും കൊണ്ട് ഗ്രൗണ്ടിൽ വന്നപ്പോ അവിടെ കിടക്കുന്ന ഒരു പൈൻ്റ്, അല്ല ഇത് പൈൻ്റ് മടി കെട്ടി വെച്ചോണ്ട് ഗ്രൗണ്ടിൽ വന്നപ്പോ അവിടെ കിടക്കുന്ന ഈ ഹെലികോപ്റ്റർ ആദ്യമായിട്ട് ഞാൻ അടുത്ത് കാണണേ. ഒരു ടെൻഷനും ഉണ്ട്. എന്തായാലും പോട്ടെ, ഇതിലങ്ങ് കയറി. പുള്ളി അവിടെ തുരിശടിക്കാൻ വന്നെന്ന് പറഞ്ഞ. അങ്ങനെ ഞാൻ ഇതിനകത്തോട്ട് കയറി. ഇതങ്ങോട്ട് പൊങ്ങിയതും പുള്ളി അതിനകത്തിരുന്നോണ്ട് തമാശ 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 തമാശ. അയ്യോ, ഞാൻ ചിരിച്ച് കൊടുക്കാൻ പുള്ളി എന്നെ ഒരു നോട്ടം. പിന്നെ തിരിഞ്ഞും പിരിഞ്ഞും നോക്കിയില്ല. ഞാൻ ഇരിക്കട്ടെന്ന് പറഞ്ഞിട്ട് ഒരു ബസറം കടിച്ചു കൊടുത്തു. ബസറാണെന്ന് പറഞ്ഞല്ലോ, ചോന്ന സാധനം ഇങ്ങനെ പൊങ്ങിയിരുന്ന് അതിൽ ഞാൻ അമർത്തി. പിന്നെ ഈ ബെൽറ്റില്ലാത്ത ലൂസ് പാൻറ് കാലിൽ നിന്ന് ഊരി പോകുമ്പോൾ ഒരൊറ്റ വരക്കുറഞ്ഞു ഇങ്ങോട്ട്. പാൻറ് കഥ പറയാനാണോ താൻ ഇതുവരെ ഇങ്ങോട്ട് വന്നത്? പാൻറ് കഥ പറയാനാണോ വന്നേ? ഞാനല്ല, ഇതിന്റെ ഡ്രൈവർ ഇറങ്ങി ഓടി, ഞാൻ ലിഫ്റ്റ് അടിച്ച് വന്നതാന്ന്. എന്റെ ദൈവം, എനിക്കൊന്നും അറിയാൻ പാടില്ല. ഞാൻ ഇനി അണ്ണാച്ചിയുടെ അടുത്ത് എന്തോ കൊടുക്കും ഞാൻ. സംഭവം സാധാരണ പഴുത്ത പഴമാണ് കഴിക്കുന്നത്. ഒരു കാര്യം ചെയ്യും, കപ്പലിന് വാങ്ങിച്ചോട് 10 രൂപയ്ക്ക് കഴിച്ചോളൂ. അണ്ണാൻകുഞ്ഞിന് കൊടുക്കുന്നു. കൊടുക്കുന്ന കാര്യമാണോ? അണ്ണാച്ചി വരുമ്പോ ഞാൻ എന്തോ പറയുമെന്ന്. അണ്ണാച്ചി എവിടെന്നാ വരുന്നത്? തമിഴ്നാട്ടിൽ നിന്ന്. എന്നാ പിന്നെ തമിഴങ്ങ് പറഞ്ഞൂടെ? അണ്ണാച്ചിയുടെ മോന്റെ കല്യാണമാണെന്ന്. ആഹാ, അപ്പൊ കല്യാണമൊക്കെ നിങ്ങൾ അങ്ങ് തീരുമാനിച്ചല്ലേ? എന്നെ കല്യാണം വിളിച്ചില്ല കേട്ടോ, ഞാൻ പോണ്. എവിടെ പോവാ നീ? നീ ഇതിന്റെ നഷ്ടപരിഹാരം തന്നിട്ട് നീ പോയ? ഞാൻ പോവും. നീ എവിടെ ഓടുവാ നീ? ഞാൻ പോവും. എടോ ഇവിടെ നിൽക്കാൻ. ഞാൻ പോവും.
പോണില്ലേ? നല്ലോണം പിടിച്ചോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിടിച്ചോ, അല്ലെങ്കിൽ ഞാൻ ഓടിപ്പോകും. എടാ ചിപ്സ് കൊടുക്കാനുള്ളതാ എടാ കല്യാണത്തിന്, അറിയാമോ? കല്യാണത്തിന് ചിപ്സ് കൊടുക്കണം. അതിനെന്താ ടെൻഷൻ അടിക്കുന്നേ? വാഴൊക്കെ മാത്രമല്ലല്ലോ, മൊത്തം വാഴ അരിഞ്ഞ് തള്ളിക്കല്ലേ, വാരി എണ്ണയിലിട്ട് അങ്ങ് വറക്കുക. എളുപ്പ പണിയായില്ലേ? എന്നെ കൊണ്ട് കൂടുതൽ വർത്താനം ഒന്നും പറയിപ്പിക്കരുത് കേട്ടോ. ഞാൻ ഇനി എന്തോ ചെയ്യുമെന്നായി പറയുന്നേ. ഞാനൊരു കാര്യം, നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കാന്ന് പറ. ടെൻഷൻ ഇല്ലാതിരിക്കും. ഈ കാര്യങ്ങൾ ഞാൻ ഇനി എങ്ങനെ കാണിക്കും? ഇനി എങ്ങനെ കൊടുക്കും? ഞാൻ അവിടെ കച്ചവടം നടത്തും. ഞാന് എത്ര രൂപ നഷ്ടമുണ്ട് അത് പറ. എനിക്ക് 50,000 രൂപ നഷ്ടമാണ്. ഞാൻ പോലീസിനെ വിളിക്കും. വലിച്ച് പോലീസിനെ വിളിക്കുകയാണെങ്കിൽ 50,000 പോയിട്ട് 50 പൈസ പോലും കിട്ടത്തില്ല. അതെന്താ കിട്ടാത്തെ? അവന്മാര് വന്ന് ഈ സാധനം എടുത്തോണ്ട് അങ്ങ് പോകും. പിന്നെ നിങ്ങൾക്ക് ആര് നഷ്ടപരിഹാരം തരും? ആര് തരും? അതാ പറഞ്ഞേ, 50,000 പോട്ട് 50 ലക്ഷം രൂപയുടെ സാധനം നിങ്ങളുടെ അടുത്ത് കിടക്കല്ലേ? എവിടെ കിടക്കുന്നു? അവന്റെ ഓട്ടം അനുസരിച്ച് ഇനിയിപ്പോ അവൻ എന്തായാലും ഈ കാലത്തൊന്നും തിരിച്ചു വരത്തില്ല. അപ്പൊ നിങ്ങൾക്ക് സ്വന്തമല്ലേ? അതെന്താ കാര്യം ചെയ്യാൻ അങ്ങോട്ട്. ഈ പരിസരത്ത് ഇതേപോലത്തെ വണ്ടി ആർക്കെങ്കിലും ഉണ്ട്? ഇവിടെ ആർക്കും ഇല്ല. അല്ലേ? ഭയങ്കരൊക്കെ അമാള് തന്നെ. ക്യാരി വാങ്ങട്ടെ. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എന്താ വിശേഷം എന്തെങ്കിലും? ഉള്ള 2 വിശേഷം രാവിലെ സ്കൂളിൽ പോയേക്കുവാ. അയ്യോ, ഞാൻ ഇങ്ങനെയാണെങ്കിൽ വേണം ഇപ്പൊ ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. അതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളെ ബന്ധുക്കൊക്കെ ആർക്കെങ്കിലും കല്യാണമോ നൂല് കെട്ടോ അങ്ങനെ എന്തെങ്കിലും വിശേഷം ഉണ്ടോ? വിശേഷം ഓർമ്മ ഉണ്ട്. എന്റെ നാത്തൂന്റെ മോന്റെ കല്യാണം, അവളുടെ വൃത്തിയായിട്ട കല്യാണത്തിന് ഞാൻ പോകത്തില്ല. ഞാൻ പോണം. പോകുമ്പോ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഒരു പട്ട് സാരിയെ കൊടുത്തിട്ട് ഈ വണ്ടിയിൽ അവിടെ ചെന്ന് ഇറങ്ങുന്ന ഒരു സീൻ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനോ? ഭയങ്കര ജലം തന്നെ. അയ്യോ, പക്ഷെ എനിക്ക് ഈ വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. അയ്യോ, അതാണ് ഇത്ര വലിയ കാര്യം. ടെൻഷൻ അടിക്കണ്ട, അങ്ങ് പൊക്കുക. പൊങ്ങി ഇങ്ങനെ ചെല്ലുമ്പോ മേഘം കാണും. മേഘത്തിലോട്ട് ഈ സാധനത്തിൽ കൊണ്ടത് ഇറക്കി വെക്കുക. പിന്നെ മേഘം അങ്ങ് കൊണ്ടുവെക്കോളും. നമ്മൾ ഓടിക്കണ്ട. അത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയല്ലേ? ഇത്രേ ഉള്ളൂ. ഈറൻ മേഘം പൂവും കൊണ്ടേ നിന്റെ കല്യാണത്തിന് ഞാൻ വരുന്നുണ്ടടി. അഥവാ ഈ ഹെലികോപ്റ്റർ പറന്നില്ലെങ്കിലും ഇവള് വാഗൊണ്ട് ഇങ്ങനെ പറത്തിക്കോളും. എന്റെ പൊന്നെ, എന്തോ വരക്കമായിരുന്നു. കരഞ്ഞ് നിലവിളിച്ച് എന്നെ ഇപ്പൊ തിന്ന് തീർക്കുമെന്ന് പറഞ്ഞാ നൈസായിട്ട് പോയ പോക്കോട്ടെ. ഇതാണ് പറ്റിയ ടൈം, ഓടി രക്ഷപ്പെടാം. അയ്യോ, ഇവിടെ അടുത്തിടെയോ ഹിമാലയം ഉണ്ടെന്ന് തോന്നുന്നു. ഒരു മഞ്ഞ് മനുഷ്യൻ വരുന്നുണ്ടല്ലോ. ദൈവമേ, വട്ടിയുടെ വില അവൻ എനിക്ക് തരുന്നില്ല. ഇവിടെ കിടന്ന് കറങ്ങിയിട്ട് ഓലയും കൊണ്ട് വന്നയോ? എന്തൊക്കെയുണ്ട് പടാ അയൽ രാജ്യത്ത് വിശേഷങ്ങൾ? പിന്നെ ഓലയും കൊണ്ട് വന്നെന്ന് പറഞ്ഞു ചെബുക്കല്ലടിക്കാൻ പൊട്ടിക്കും. അവിടെ മാനം മര്യാദയ്ക്ക് കുളിച്ചോണ്ടിരുന്ന കുളിപ്പരയില് ഈ സാധനം എവിടെന്നോ എന്തോ ഒരു കാറ്റ് വന്ന് 4 തരം പറഞ്ഞു തെറിച്ച് മിച്ചം കിട്ടിയത് ഈ ഒരൊറ്റ ഓലയാണ്. ഉണ്ടായിരുന്ന തുണിയും കാര്യങ്ങളെല്ലാം കാറ്റത്തടിച്ച് പറഞ്ഞു പോയി. എനിക്ക് ഇടാൻ പോലും ഡ്രസ് ഇല്ലടാ. നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു തുണി വേണമെങ്കിൽ ഞാൻ തരാം. എന്ത്? അതിന്റെ പുറത്ത് കിടപ്പുണ്ട്. അയ്യോ, ഞാൻ ഇംഗ്ലീഷ് സിനിമയിലേ കണ്ടിട്ടുള്ള ഹെലികോപ്റ്ററിൽ വന്ന് സ്വർണം മോട്ടിച്ചോട് വന്നു ബാങ്ക് കൊള്ള. എന്റെ നിക്കർ വന്ന് ഈ ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്നു. എന്ത് കിട്ടുന്നു? നിധി വല്ലോ ആയിരിക്കോ? നിധി വല്ലോ ആയിരിക്കോ എന്നെ അറിയത്തില്ല. അതെ, സംഭവം ഇതിന്റെ ലീഫ് കൊണ്ടതായിരിക്കും. ഞാൻ പറഞ്ഞോട്ടെ, ഞാനല്ല ഇതിന്റെ ഉടമസ്ഥൻ. എനിക്കറിഞ്ഞോളൂ. എനിക്ക് എന്തൊക്കെ നാശങ്ങൾ ഉണ്ടായെന്ന് അറിയാമോ? ഈ എടുത്തോണ്ട് പോണോ ഈ ഓണത്തുമ്പിയെ? ഓണത്തുമ്പിയാ? ഈ സാധനത്തിന്റെ ഇത് ഹെലികോപ്റ്റർ ആണെന്ന്. എന്തൊരു ഹെലികോപ്റ്റർ? എനിക്കറിഞ്ഞു. എനിക്ക് എന്തൊക്കെ നാശങ്ങളാണെന്ന് അറിയാമോ? സംഭവം എന്റെ എല്ലാം പോയി. എനിക്ക് മെയിൻ ആയിട്ട് ഞാൻ കുളിച്ചോണ്ടിരുന്നപ്പോ എന്റെ സോപ്പ് പോയി. എനിക്കത് എടുത്തു തരണം. ദൈവമേ, വന്നതും നിന്നതും എല്ലാ മാരണങ്ങളാണല്ലോ. ഞാൻ ഇതെങ്ങനെ സഹിക്കും? എനിക്ക് നാശത്തിന്റെ പൈസ നഷ്ടപരിഹാരം എന്താ? എനിക്ക് ഒന്നാമത് എനിക്ക് ടെസ്റ്റിന് പോകണം. ടെസ്റ്റിന് പോകണം? പിന്നെ അതിപ്പോ ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ സാധനം എന്ന് പറഞ്ഞ ഈ ഫാന് അകത്ത് വെച്ച് കൊള്ളണം. ഇത് പുറത്ത് വെച്ചോണ്ടല്ലേ ഇത് ഇത്ര വിഷയം ഉണ്ടായത്? എവിടെ പോണെന്ന് പറഞ്ഞു? ടെസ്റ്റ്. നല്ല നോളജ്. മിക്കവാറും PSC പരീക്ഷയ്ക്ക് ഫസ്റ്റ് കിട്ടും, ജോലിയും കിട്ടും. PSC ടെസ്റ്റ് അല്ല, പിന്നെ എന്റെ ബ്ലഡ് ടെസ്റ്റിന് പോണോന്നാ പറഞ്ഞത്. എനിക്കറിഞ്ഞു. നഷ്ടപരിഹാരം എന്താടാ? എന്റെ അവിടെ ഓലപ്പരയൊക്കെ പോയി. എനിക്ക് ഭാഗ്യം ഇല്ലാത്തവനായി പോയല്ലോ ഈശ്വരാ. നഷ്ടപരിഹാരം എന്താ? നിന്റെ ഹെലികോപ്റ്ററിൽ നഷ്ടപരിഹാരം എന്താ? ഞാനല്ല ഇതിന്റെ ഉടമസ്ഥൻ. ഉടമസ്ഥൻ ഈ വാഴത്തോട്ടത്തിന്റെ ഓണർ അവരാ, ഒരു സ്ത്രീ. ജലജേ അവള് പണ്ടേ തുടങ്ങിയതാ എന്റെ അടുത്ത് വൈരാഗ്യം. നമ്മള് 90 കിഡ്സിനെ അതറിയൂ. പണ്ട് എല്ലാ പഞ്ചായത്തിലേ TV കാണത്തില്ല, ഒരു വീട്ടിലേ കാണൂ TV. അന്ന്
ഈ പഞ്ചായത്തിൽ ടി വി ഉള്ളത് ഈ ജലജയുടെ വീട്ടിലാ. നമ്മൾ ഞായറാഴ്ച സിനിമ കാണാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോ ഇവിടെ തന്ത പറയും ഭിത്തി ചേർന്നിരിക്കല്ലേ പെയിന്റ് പോവും. 5 മിനിറ്റ് ടി വി കണ്ടു കഴിഞ്ഞാൽ പറയും ടി വി ചൂടായി എഴുന്നേറ്റ് പോകാൻ പറയും. അന്ന് തുടങ്ങിയതാ എനിക്ക് ആ വൈരാഗ്യം. വൈരാഗ്യമുണ്ടോ? പിന്നെ ഇപ്പൊ എന്റെ വീട്ടിൽ 4 ടി വി ഉണ്ട്. 4 TV ഉണ്ടോ? പിന്നെ ആരൊക്കെ കാണുന്നേ? ആര് കാണാൻ? പരസ്പരം മുഖാമുഖം വെച്ചിട്ടുണ്ട്. അങ്ങനെ അങ്ങ് കാണട്ടെന്ന്. വിളി ജലജ വരാൻ പറ. അതെ കാണടി യ്യോ. കാണടി ഏ, കാണടി. പെണ്ണുങ്ങളുടെ അടുത്ത് വന്ന് അനാവശ്യം കാണിക്കുന്നുണ്ടോ ഇയാൾ? ഇതാരാ ഇത്? കേട്ടോനെ നീ എന്തുവാടാ ഈ കാണിക്കുന്നേ? ഇതാരുടെ അടി? ഇതെന്റെയാ. ഐറ്റം വേറെ ആ, എന്തുവാ? എന്റെ ആയി എന്ന് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഫ്ലോർ ക്ലിയറൻസ് പ്രോപ്പർട്ടിക്ക് എടുത്ത് മാറ്റിക്കോ. കട്ട് 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 കട്ട്. അയ്യോ അതല്ലെന്ന്. എന്റെ ആയെന്നല്ല പറഞ്ഞത്, ഇത് എന്റെയാന്നാ പറഞ്ഞത്. ഒന്നേന്ന് പറഞ്ഞു തുടങ്ങണല്ലേ? നിന്റെ ഹെലികോപ്റ്റർ ആണോ? എനിക്ക് നാശനഷ്ടം ഉണ്ടായി. പൈസ അടി. ഇതൊക്കെ ചോദിക്കാൻ താനാരാ? രായേന്ദ്രൻ. ഏത് രായേന്ദ്രൻ? നിന്റെ അയൽവാസി രായേന്ദ്രൻ. 10-15 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന രായേന്ദ്രനെ എനിക്ക് അറിഞ്ഞൂടായോ? ഞാൻ രായേന്ദ്രൻ ആണ്. സംശയം ഉണ്ടെങ്കിൽ നോക്കിയാണ് മുതത്ത് പാട്. അയ്യോ, ഇത് നമ്മുടെ രായേന്ദ്രൻ തന്നെ. അതെങ്ങനെ മനസ്സിലായി? ഇവിടത്തെ പഞ്ചായത്ത് കിണറിൽ പബ്ലിക്കായിട്ട് നിന്ന് കുളിക്കുന്ന ഒറ്റ ഒരുത്തനേ ഉള്ളൂ, അത് ഈ രായേന്ദ്രനാ. പെണ്ണുങ്ങളെല്ലാരും കൂടെ തെരണ്ടിവാലിനടിച്ച പാടാ പുറത്ത് കിടക്കുന്നത്. ഇവിടെ നോക്കട്ടെ. ഇത് ഹെലികോപ്റ്ററിന്റെ പാടല്ലേ? അപ്പൊ ഹെലിപ്പാടുമായി. എനിക്കറിയാം നാശനഷ്ടം. എനിക്ക് പൈസ തരണം. അല്ല, രായേന്ദ്രന്റെ മുടിഞ്ഞ തല എന്തിയേ? മുടിഞ്ഞ തലയോ? തലയുടെ മുടി എന്തിയേ? തലയിലെ മുടിയല്ലേ ഇതാണ്ട് ഇരിക്കുന്നത്. അയ്യോ 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 അയ്യോ. എന്തുവാ? എന്തുവാ? മോളിൽ നിന്ന് എന്തോ വീഴുന്ന അതല്ലേ? അതെന്താ മുടിയില്ല എന്നുള്ളത്? ഇതെന്തുവാ? മോളിൽ നിന്ന് തലയിൽ വീഴായിരിക്കും എന്തോ വീണെന്ന് കരുതി. സൈഡുവാരം അങ്ങ് ചേർന്ന് നിൽക്കുക തന്നെയല്ലേ? ഇത് തണുക്കുന്നടാ. ഇത് മുടി കാണുന്നില്ലെന്ന്. എന്റെ മുടി കാണുന്നില്ല. മുടിയാ? അപ്പൊ വിക്കായിരുന്നാ? വിക്കൊന്നുമില്ല. നല്ലപോലെ സംസാരിച്ചോണ്ടിരുന്നേ. അയ്യോ അതല്ല, വിക്കായിരുന്ന വെച്ചിരുന്നേന്ന്. വിക്ക് 25,000 രൂപ വിക്ക. ഈ സാധനം അടിച്ചു പോയതാ. എനിക്ക് അറിഞ്ഞോളൂ ദൈവമേ. എനിക്കറിയാം 25,000 രൂപ വിക്കായിരുന്നു. ഹെലികോപ്റ്റർ വിഗ് വെച്ചേക്കണ്. അത് മൊട്ടത്തലല്ലേ? അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നതാ. അത് എത്തത്തുമില്ല. കമ്പിട്ട് വല്ല എനിക്ക് കുത്തി തരണം. ഞാൻ മാറിട്ട് വെച്ചേക്കുന്നതാ. നിങ്ങളെ അല്ല ഈ വിഗിന്. എന്റെ കൈ പൈസയൊന്നുമില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. അതിന് 25,000 ഒന്നുമില്ല. കൂടിയ പോയ ഒരു 10,000-2,500 രൂപ അത്രേ ഉള്ളൂ. 2,500 രൂപ? പിന്നെ എനിക്ക് 2,500. എനിക്ക് 19,000 രൂപ വേണം. അതൊന്നും പറ്റത്തില്ല. എന്റെ വീടൊക്കെ കൊണ്ട് നശിച്ച്. എവിടെ നശിച്ചു കിടക്കുന്നു? ചുമ്മാ അല്ല, ഇത് കഴിഞ്ഞ് കല്ലുറക്കി എറിഞ്ഞാൽ പൊട്ടിച്ചാ പോരെ. എനിക്കൊരു 19,000 രൂപ തരണം. അത് പറ്റത്തില്ല. നിന്റെ ബാത്റൂമിന്റെ കേസ് ആണെങ്കിലും ഓക്കെ. ബാത്റൂമിന് എത്ര വരും? ഒരു 400 രൂപ കൊടുത്താൽ അതിനെ അങ്ങ് ഒതുക്ക്. 400 രൂപയോ? പിന്നെ 4 ഓലക്കീരെടുത്ത് ചുറ്റും വെക്കാൻ വേണ്ടി അത് തന്നെ കൂടുതലാണ്. പറ്റത്തില്ല. എനിക്ക് അറ്റാച്ച് ബാത്റൂം തന്നെ വേണം. എനിക്ക് വേണം ഇത്. ഞാനൊരു കാര്യം പറയാം, സീരിയസ് ആയിട്ട് ഇതൊന്നും ശരിയാകത്തില്ല കേട്ടോ. നീ എങ്ങനെയെങ്കിലും ഒതുക്കുന്നതാണ് നല്ലത്. പണിയാവും. നിന്റെ ഹെലികോപ്റ്റർ ആണോ? ആണ്. ആണെങ്കിൽ പൈസ തന്നേ പറ്റൂ. എനിക്ക് പൈസ തരാനില്ലെന്ന്. അതൊക്കെ പോട്ടെ. നീ വന്നപ്പോ മുതൽ ഇവളെ സപ്പോർട്ട് ചെയ്യണല്ലേ? പാവം പിടിച്ചവൻ പാറമട ജോലി. നിന്റെ കള്ളമാപ്പിളല്ലേ ഇടിയവൻ? പറഞ്ഞു കേട്ടോ നിങ്ങൾ എന്റെ കള്ളമാപ്പിളയാണെന്ന്. അത് കേൾക്കാൻ ഒരു ചെറിയ സുഖം. എന്താണ് പറഞ്ഞത്? കള്ളമാപ്പിള? അത് കൊള്ളാം. ഒന്നും പറ. നിങ്ങളെ മീൻതോടെ വേണ്ട. എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പൊ ഇത് കണ്ടതേ ഉള്ളൂ. നിന്റെ പേരെന്തോടാ? എന്റെ പേര് ബിജു. എവിടെ നിന്നാ വരുന്നേ? ഞാൻ കയ്യടിമന. കാലടി മനയെന്നല്ലേ? കാലടിച്ച് എത്ര കാലുണ്ട് കാലിട്ടടിക്കണം. ഇനി കൈയിട്ടടിക്കുക. അതാണ് ഇവിടെ ആവശ്യം. കയ്യടി മന എന്ന് പറഞ്ഞാൽ കയ്യടി മന. കല്യാണം കഴിഞ്ഞാടാ? അയ്യോ, ഞാൻ കല്യാണം കഴിഞ്ഞ് എനിക്ക് 8 മക്കളുണ്ട്. 8 മക്കളാ? പിന്നെ ദേഷ്യം വരൂലേ? ദേഷ്യം വരൂലെന്നോ? എന്നാ? എനിക്ക് അറിഞ്ഞൂടാ. എടി പൈസ എടുക്കടി. എനിക്ക് ചെലവ് തരാം. എന്റെ കൈ പൈസ ഇല്ല. നിന്റെ ഹെലികോപ്റ്റർ ആണോ? ആറ് ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ ആണോ? എന്റെ അല്ലാന്ന്. ആറ് ഹെലികോപ്റ്റർ ഇവനെയോ? ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇവർക്ക് 50 ലക്ഷം രൂപയ്ക്ക് ഞാൻ ഇത് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് കാര്യത്തിന്? ഇവർക്കല്ലേ ഇത്രയും നഷ്ടം വന്നത്? അപ്പൊ എന്റെ കുളിമുറിക്ക് ഒരു വിലയില്ലേടെ? എനിക്ക് നല്ലപോലെ കുളിക്കണം. എനിക്ക് തലഭാഗം വേണം. എനിക്ക് വാലുഭാഗം വേണം. എനിക്ക് തലഭാഗം. ദൂരെ മീന് കണ്ടിച്ചെടുക്കും പോലെ തലയും വാലും ഒന്നും പറഞ്ഞോണ്ട് നിൽക്കുന്നത്. നീ വേണമെങ്കിൽ നടുഭാഗം എടുത്തോ. എനിക്ക് വേണ്ട. നിങ്ങൾ നടുവാ. ഞാൻ സീരിയസ് ആയിട്ട് കാര്യം പറയാം കേട്ടോ. നിങ്ങൾ ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഇത് ഉണ്ടാകും. ഞാൻ ചോദിക്കട്ടെ. ഈ ഹെലികോപ്റ്റർ ഇനി മുതൽ എന്റെ പെയിന്റ് എടുത്തോണ്ട് വന്ന് എഴുതടാ. AL2 4545. അതെന്തോന്ന്? എന്റെ ബൈക്കിന്റെ നമ്പർ. ഇനി ഇത് മുതൽ എന്റെ അല്ലേ? അതുകൊണ്ട് അങ്ങനെ എഴുത്. അങ്ങനാണെങ്കിൽ ഇവളോട് എഴുതി വെക്കണം, ദിവാകരക്കുറിപ്പ് ഈ വീടിന്റെ ഐശ്വര്യം. ഇത് വീടല്ല. അതെന്റെ അപ്പൂപ്പന്റെ പേരാ. ഇത് എനിക്ക് വീട് പോലെ. നിന്റെ അപ്പൂപ്പന്റെ പേര് നിനക്ക് ഓടിക്കാൻ അറിയാമോ? ഓടിക്കാനൊക്കെ ഇയാൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം കേട്ടെ. ബൈക്ക് ഓടിക്കുന്ന 8, കാർ ഓടിക്കുന്ന 8. ഇതെന്തെടുക്കും? ഇത് റൗണ്ട്. എടാ ഒന്ന് പോടാ കാലം. ഞാൻ പോണ. ഞാൻ ഇത് ശരിയാകത്തില്ല കേട്ടോ. ഞാൻ പോവരുത്. അങ്ങനെ അങ്ങ് പോ. അതിന്റെ കാര്യം തീരുമാനം ഉണ്ടാക്കിട്ട് പോ. ഞാൻ പോവും. തീരുമാനം ഉണ്ടാക്കി ഞാൻ പോവും.
ആ എന്തൊരു പരിപാടിയുടെ നമ്മൾ മൂന്നുപേരും തന്നെ ആദ്യം തുടങ്ങിയ ഡാൻസ് എന്നിട്ട് പകുതിക്ക് വെച്ച് എന്നെ ഫീൽഡ് ഔട്ട് ആക്കി എന്തിനാ എന്തിനാ നീ എന്നെ ഫീൽഡ് ഔട്ട് ആക്കിയത്? ഞാൻ കളിച്ച് കയറണം, എനിക്ക് എന്റെ ഡാൻസ് ഒക്കെ ഇവിടെ വൈറൽ. അങ്ങനെ നീ അടിച്ചു കയറി പോകണം, എനിക്കത് പിടിക്കൂല. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമല്ല. ഞാൻ ഇതിന് ലിഫ്റ്റ് അടിച്ച് വന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. എനിക്ക് നഷ്ടം ഒരു കാര്യം, ഇതിന് എത്ര രൂപ എത്ര? ഒരു കാര്യം ചെയ്യാം, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. എന്തായാലും അവന്റെ ഓട്ടം ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി അവകാശം ഇല്ല, ഇവരാണ് അവകാശം എന്ന് ഞാൻ പറഞ്ഞു. ഒരു കാര്യം ചെയ്യ്, രണ്ടുപേർക്കും നഷ്ടമുണ്ട്. ഏറ്റവും കൂടുതൽ നഷ്ടം ഇവർക്കല്ലേ. അപ്പൊ 50 ലക്ഷത്തില് ഒരു 30 ലക്ഷം ഇവർക്കും, ഒരു 20 നിങ്ങൾക്കും. അത് പറ്റൂല, അത് പറ്റത്തില്ല. അത് പറ്റത്തില്ലേ? അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യ്, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ഒരു 20 ലക്ഷം നിനക്കും 30 ലക്ഷം ഇവർക്കും. അത് കറക്റ്റ്, അത് ഓക്കെ ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ സമ്മതിക്കാം. പക്ഷെ ഇത് എങ്ങനെ പൈസ ഒപ്പിച്ചോണ്ട് വരും? ഞാൻ ഇത് കൊണ്ട് വിറ്റ് പൈസ കൊണ്ട് വരത്തില്ലേ. അതെങ്ങനെ വിശ്വസിക്കും നീ പോയിട്ട് വരുമെന്ന്? എന്റെ പൊന്ന് ദൈവമേ, ഞാൻ വന്ന സമയം മുതലേ ഇതിൽ ലിഫ്റ്റ് അടിച്ച് വന്നതാണെന്ന് പറഞ്ഞ കള്ളം നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഇതും വിശ്വസിച്ചേ പറ്റൂ. പിന്നല്ലാതെ അപ്പൊ ഇറങ്ങി ഓടിയെന്ന് പറഞ്ഞു. അതല്ലേ ലിഫ്റ്റ് അടിച്ച് വന്നവൻ. അപ്പൊ നീ? ഞാനാണ് ഇതിന്റെ ഓണർ. അടിക്കണി അവനെ. ഗംഭീര സ്കിറ്റായിരുന്നു. ഈ പ്രോപ്പർട്ടി എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് സാധാരണ സ്കിറ്റിലൊക്കെ വന്നിറങ്ങി പിന്നെ വേറെ ഒരു ചാപ്റ്ററിലേക്ക് പോകും. പക്ഷെ ത്രൂ ഔട്ട് ആ പ്രോപ്പർട്ടീനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. കാരണം അതിന് ആ അധ്വാനത്തിന് ഒരു റിസൾട്ട് വന്നെങ്കിൽ, കാരണം ആർട്ടിലെ ആൾക്കാർ ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ്. അപ്പൊ ആർട്ടിന്റെ ആൾക്കാർ ഇത്ര അധ്വാനിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് അത് ഉപയോഗിച്ചില്ലെങ്കിൽ അവർക്കായിരിക്കും എന്റെ വിഷമം. ഇത്രയും കഷ്ടപ്പെട്ട് ഒന്ന് ഓർത്തു നോക്കി, റിയൽ ഫീല് തന്നെയാണിത്. അതുപോലെ സുധീഷ് മുതൽ അങ്ങോട്ട് തുടങ്ങിയാലേ മേക്കപ്പ്, നീ ഇപ്പൊ മേക്കപ്പിൽ നല്ല കാശ് ചെലവാക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ കുഞ്ഞു ലുക്കായിരുന്നു, ഇതിപ്പോ പഴയ ഏപ്പടത്തിലെ വില്ലന്റെ ലുക്കിലാണ്. ഇപ്പൊ മറ്റുള്ള ആൾക്കാർ ഐറ്റം വേറയില് ഇപ്പൊ 3-4-5 പേര് ഇതിന്റെ ഭാഗമായി മാറിയതുപോലെ നിങ്ങളും ആ ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഐറ്റം വേറയുടെ മെയിൻ ടീമായിട്ട് മാറിയിരിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ ഈ ഫ്ലോറും ഇതെല്ലാം ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. സ്കിറ്റില് ത്രൂ ഔട്ട് ആ ഒരു ഇതായത് ഒരു സോൾ ഉണ്ടെന്ന് പറയൂലേ, അത് ചിലതിന് അങ്ങനത്തെ ഒരു സോൾ, അല്ലെങ്കിൽ വേറെ കടവെടുത്തിട്ടുള്ള വിറ്റുകളും മറ്റതും ഒക്കെ അതിൽ ചേർത്ത്. ഇതങ്ങനെയല്ല, ഇതുമായിട്ട് മേജ് ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ് കംപ്ലീറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, ഗംഭീരമായിരുന്നു. താങ്ക് യു. അത് വളരെ മനോഹരമായിരുന്നു കേട്ടോ. കാരണം ഈ വേദികളിൽ സാധാരണ നമ്മുടെ ഒരു റിയാലിറ്റി ഷോകളിൽ വരുന്ന ഒരു ത്രെഡുകളുണ്ടല്ലോ, നമുക്കറിയാം. ആ ത്രെഡിൽ നിന്നൊക്കെ വിഭിന്നമായിരുന്നു നിങ്ങളുടെ, അതായിരുന്നു. പിന്നെ നമ്മളെപ്പോഴും ഹാസ്യത്തിനെ നമ്മളെപ്പോഴും കണ്ടെത്തുന്നത് ആനുകാലിക വിഷയങ്ങളാണല്ലോ ഇപ്പോൾ നടത്തുന്നത്, അല്ലെങ്കിൽ സാധാരണ നടക്കാറുള്ളത്. പക്ഷെ ഇതങ്ങനെയല്ല. ഭാവിയിൽ ഒരു 10 വർഷം 20 വർഷമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഭൂമിയിൽ, നമ്മുടെ കേരളത്തിലൊക്കെ സംഭവിക്കാവുന്നൊരു കാര്യം നിങ്ങൾ കാലേക്കൂട്ടി എടുത്തു. അന്നൊക്കെ സംഭവിക്കുമായിരിക്കും ഒരു പക്ഷേ. ഹെലികോപ്റ്ററിൽ വന്നിട്ട് ഒരു ലിഫ്റ്റ് ചോദിക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ ഭാവിയിൽ സംഭവിക്കാവുന്നൊരു കാര്യമാണ്. അത് നിങ്ങൾ മനസ്സിൽ കണ്ടു എന്നുള്ളതാണ്. അത് സാധാരണ ഇപ്പോൾ നടക്കുന്നൊരു കഥയല്ല. എങ്കിൽ പോലും നിങ്ങൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് അത് ചെയ്തു എന്നുള്ളൊരു പ്ലസ് പോയിന്റ്. എന്നാൽ അത്യാവശ്യം കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും പാട്ടും എല്ലാം ഇതിനകത്ത് നിങ്ങൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഹെലികോപ്റ്റർ താഴെ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ വളരെ നല്ലൊരു ഇമാജിനേഷൻ പറഞ്ഞു അല്ലേ. ലൂസായ പാൻറ്റ് താഴത്തേക്ക് പോണ പോലെ അങ്ങ് പോന്നു. അങ്ങനെ കുറച്ച് നല്ല ഇമാജിനേഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. നമ്മൾ TV ജസ്റ്റ് ഇങ്ങനെ മാറ്റി നോക്കുമ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ അത് സ്റ്റിക്ക് ഓൺ ചെയ്ത് ഇത് കാണും. സാധാ സ്കിറ്റ് കാണുന്ന പോലെ ഹെലികോപ്റ്റർ കണ്ടു കഴിയുമ്പോൾ കാണും. അതിന് പ്രത്യേക ഒരു കയ്യടി, ഇതിൻ്റെ ആർട്ട് വിഭാഗത്തിന് അതിലും വലിയൊരു കയ്യടി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ആദ്യം തന്നെ സൂര്യയ്ക്കും സുധീഷിനും സജിക്കും നല്ലൊരു കയ്യടി. ഞാൻ കുറച്ച് എപ്പിസോഡുകൾ ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് തുടക്കത്തിൽ നിന്ന് എന്തോരം നിങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് ആയെന്നറിയോ. ഗംഭീര ടീമായി നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പെൻസീവ് സ്കിറ്റാണ്. കാര്യം ലോക്കൽ സെറ്റപ്പിൽ വന്ന് വീണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഹെലികോപ്റ്ററൊക്കെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇവിടെ നിന്ന് നോക്കുമ്പോഴേ, ആദ്യം ഫസ്റ്റ് ഓപ്പണിങ്ങിൽ തന്നെ കുറേ വാഴ തകർന്ന് കിടക്കുന്നു, ഒരു ഹെലികോപ്റ്റർ. ആ ഒരു വിഷ്വൽ ഉണ്ടല്ലോ, അതിൽ തന്നെ ഹ്യൂമർ ഉണ്ടെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? തുടക്കത്തിൽ തന്നെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലൂടെ. ഇത് താഴ്ന്നു പോയിട്ട് പലയിടത്തും ടോപ്പ് പറന്നു പോവുകയും ഈ കുളിമുറിയുടെ കാര്യം വരെ നടന്നിട്ടുള്ള സംഭവമാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് സജിയുടെ എൻട്രി. വളരെ സ്റ്റൈലായിട്ട് ഇറങ്ങി വന്നിട്ട് ആ നിക്കറ വന്ന് നിന്നപ്പോൾ സൂര്യയുടെ ഒരു നോട്ടമുണ്ട്. അവിടം തൊട്ട് അത്യാവശ്യം നന്നായിട്ട് ചിരിപ്പിച്ച് തുടങ്ങി. ഇനി പറഞ്ഞ പോലെ തന്നെ എടുത്തു പറയേണ്ട നമ്മുടെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നല്ലൊരു ക്ലാപ്പ്. ഇത് മിക്കവാറും ഇത് നമുക്കിവിടെ ഒരു മുതൽക്കൂട്ടാവും. ഒരുപാട് ഹെലികോപ്റ്റർ സ്കിറ്റുകളൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. അടിച്ചു പൊളിച്ച് നല്ലൊരു സ്കിറ്റായിരുന്നു. ഈ ഒരു ഗ്രാഫ് താഴാതെ നിങ്ങൾ നോക്കണം, അതൊരു വലിയ ഉത്തരവാദിത്വമാണ്.
നല്ല നല്ല സംഗതികൾ നിങ്ങൾ കണ്ടെത്തുക, അതിൽ പണിയെടുക്കുക, നല്ല സ്ക്രിപ്റ്റുമായിട്ട് വരിക. വെറൈറ്റി സ്ക്രിപ്റ്റ്, ഇത് നല്ലൊരു വെറൈറ്റി സ്കിറ്റായിരുന്നു. 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. സജിയെ, നിങ്ങളാണല്ലോ എന്റെ ഓണർ അല്ലേ? അതെ അതെ. അല്ല, ഒന്ന് കേറിക്കോട്ടെ എന്ന് ചോദിക്കാനാണ്. അവ ലിഫ്റ്റ് അടിച്ചു വന്നാ. എനിക്ക് ഏത് വാഹനം കണ്ടാലും അതിന്റെ അകത്ത് കയറാൻ തോന്നുന്നു, അതുകൊണ്ടാണ്. ഉറപ്പായിട്ടും ധൈര്യമായിട്ട്. കാണുമ്പോ ഒരു പേടിയുണ്ട് കേട്ടോ. ഇല്ല, കേറിക്കോളാം ധൈര്യമായിട്ട്. ഞാൻ ലക്ഷദ്വീപ് പോയപ്പോ ഇങ്ങനെ ഹെലികോപ്റ്റർ കയറിയിട്ട്, പക്ഷെ അതേ ഫീല് തന്നെ കേട്ടോ. അല്ലേ, അത് പറക്കും, ഇത് പറക്കില്ല. ടിനി എങ്ങനെയുണ്ട്? കൊള്ളാം. ഓക്കെ ഇറങ്ങിക്കോട്ടെ. ഇറങ്ങണ്ട. എന്താ ഇനി നിനക്ക് എയറിലേക്ക് പോകാനുള്ളതല്ലേ? ഇതിലങ്ങ് പൊക്കോടാ. അത് നമ്മൾ പറയേണ്ട കാര്യമില്ല, പുള്ളി തന്നെ സ്വയം എയറിലോട്ട് ഇടക്കിടക്ക് കയറി പോകാറുണ്ട്. അല്ല, പ്രസാദനം വേണമെന്ന് കയറിക്കോ. ഞാൻ ഒന്ന് കയറാം. ചരിത്രത്തിലാദ്യമായി ഇതാ പ്രസാദനൻ എയറിലേക്ക്. ചരിത്രത്തിലാദ്യമായിട്ട് ഹെലികോപ്റ്ററിനകത്തിരുന്ന് ഹെലികോപ്റ്റർ അനുകരിച്ച ആദ്യത്തെ മനുഷ്യൻ. ഓക്കെ, ആ ആഗ്രഹം ഞങ്ങൾ സാധിച്ചു കൊടുത്തിട്ടുണ്ട്. ഇറങ്ങിയോ. ഇതൊക്കെയാണ് ഐറ്റം വേറെയുടെ പ്രത്യേകത. അപ്പൊ എന്തായാലും നിങ്ങൾ രണ്ടുപേരോടെ ചെന്നതല്ലേ, അപ്പൊ ഇനി അവിടെ നിന്ന് തന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നടത്താം. ഓക്കെ. ഐശ്വര്യമായിട്ട്. അല്ല, മാർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ കോമഡിയുടെ ഇത് വെച്ചിട്ട് കൊടുക്കുള്ളൂ കേട്ടോ. കാരണം അതിന് പ്രോപ്പർട്ടി മേക്കപ്പ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഐറ്റം വേറെയിൽ ചിരിയാണ് ഏറ്റവും വലിയ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. എന്നാലും ഞാനൊരു 15,000. ആ, ഞാനും അതിനെ വിചാരിച്ച്. ശരി, 16,000 കൂട്ടിയേക്കാം. അപ്പൊ ഏതാണ്ട് ടോട്ടൽ ഒരു 31,000 ആയിട്ടുണ്ട്. പക്ഷെ ചെലവ് കൂടുതലേ, ഹെലികോപ്റ്റർ അല്ലേ. അപ്പൊ ഇച്ചിരി ഇട്ടിട്ട് ഞാൻ അഡ്ജസ്റ്റ്മെന്റ് അങ്ങോട്ട് അറിയാം. ഓക്കെ. സുധീഷിന്റെ ഒക്കെ ആ മുഖത്തിലുള്ള ആ വെട്ടം കണ്ടോ, വെളിച്ചം. ഇത്ര പ്രതീക്ഷ പ്രതീക്ഷിച്ചില്ല, എങ്കിലും കിട്ടിയാ കൊള്ളാന്നുണ്ടായിരുന്നു. കാരണം വെറൈറ്റി കണ്ടന്റ് ആയിരുന്നല്ലോ. ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെറൈറ്റി കണ്ടന്റ് ആണ്. പിന്നെ ആർട്ടാണെങ്കിൽ ഏകദേശം ഒരാഴ്ചയോളം ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി എപ്പോഴും വിളിക്കും, വർക്ക് ചെയ്തോണ്ടിരിക്കും. അപ്പൊ ആർട്ട് ടീമിന് ഒരു താങ്ക്സ്. സിൽവർ പഞ്ച് തുടക്കം സൂര്യന്നായിരുന്നു. എന്താ പറയാനുള്ളത്? ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം. എന്താണ് ഒരു അഭിപ്രായം പറയൂ സജി. അഭിപ്രായം സന്തോഷം. ഞാൻ മുമ്പും പറഞ്ഞത് തന്നെയാണ്, ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ആഗ്രഹം. പിന്നെ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കും. ആർട്ടുകാർ ഭയങ്കരമായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ആർട്ട് മാത്രമല്ല, എല്ലാവരും. പിന്നെ പാണാവള്ളി നമ്മുടെ ഗ്രൂമർ ഇതിന് ഭയങ്കരമായിട്ട് പാണാവള്ളിക്ക് ഒരു കയ്യടി. എല്ലാത്തിനും താങ്ക്സ്. ഇതിന്റെ പിന്നിൽ ഞങ്ങളോടൊപ്പം ഈ സ്കിറ്റിന് സഹകരിച്ച എല്ലാ ആർട്ട്, മേക്കപ്പ്, എല്ലാം കോസ്റ്റ്യൂം, എല്ലാവർക്കും. സൂര്യന് കണ്ടപ്പോഴേ ഒരു പാറ്റത്തോട് പോലെ തോന്നിയത്. സത്യം പറഞ്ഞ അകത്ത് കയറിയപ്പോഴാണ് ഇത് ഇത്ര സ്ട്രോങ് ആണെന്ന് അറിയുന്നത്. നമുക്ക് രണ്ടുപേർക്ക് സുഖമായിട്ട് കയറിയിരിക്കാൻ സാധിക്കും. അത്ര കാരണം ഈ സ്കിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും പേടി എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ പ്രോപ്പർട്ടി ആർട്ടുകാർ നമ്മൾ കയറുമ്പോൾ സിൽവർ അടിച്ചുകൊണ്ട് ഇറങ്ങണമെന്ന് പറഞ്ഞു. പിന്നെ അതിലുപരി അർജുൻ ചേട്ടൻ ഗ്രൂമിങ്ങിന് ഡയറക്ടർ ചേട്ടൻ വന്നത് അന്നേരം കണ്ടപ്പോഴും അത് കിടക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഗ്രൂമേഴ്സ്, പിന്നെ മേക്കപ്പിൽ വിഷ്ണു, ജിനിച്ചേട്ടൻ, അവരൊക്കെയാണ് മേക്കപ്പ് ചെയ്തത്. അവർക്കും രാജേട്ടൻ എല്ലാവർക്കും. അല്ല, സാധാരണ എപ്പോഴും എങ്ങനെയാന്ന് പറയട്ടെ, പ്രോപ്പർട്ടി നന്നാവുമ്പോൾ സ്കിറ്റ് പൊളിയും, അല്ലെങ്കിൽ സ്കിറ്റ് നന്നാവുമ്പോൾ പ്രോപ്പർട്ടി പൊളിയും. അങ്ങനെ പറയുകയും ചെയ്തു. അങ്ങനെയാണ് ഞങ്ങളുടെയൊക്കെ സ്കിറ്റിൽ. ഈ ആർട്ടും വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു നോട്ടം ഉണ്ടോ, അപ്പൊ തന്നെ ഒരു ആദ്യം. അതെ. അല്ല, സൂര്യയുടെ വീട്ടില് പരിപാടികളൊക്കെ കാണാറുണ്ടോ? ഫാമിലി ആരൊക്കെയാണ്? അമ്മ, അച്ഛൻ, മോന്, ഞാൻ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അല്ല, അവരെന്താണ് അഭിപ്രായം പറയുന്നത്? ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ പുതിയൊരാളാണ് ഈ ഫീൽഡിൽ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഐറ്റം വേറെയാണ്. എന്നെ പുതിയൊരാളാണ്. അപ്പൊ ആദ്യം ഈ ഐറ്റം വേറെയിലാണ് ഫസ്റ്റ് എൻട്രി. ഞാൻ വേറൊരു ഷോയിൽ 4 എപ്പിസോഡ്. പക്ഷെ ഐറ്റം വേറെയാണ് എന്നെ ഇപ്പൊ 10 പേര് അറിയുന്ന ഒരു ഷോ. അല്ല, അതിനു മുമ്പ് എന്തായിരുന്നു? അപ്പൊ ഈ നേഴ്സായിരുന്നു. അതല്ല, കലാരംഗത്ത് എന്തായിരുന്നു ഞാൻ ചോദിച്ചത്. ചെറിയ ചെറിയ പാട്ട് പാടും, ഡാൻസ്, അത്രയൊക്കെ ഉള്ളായിരുന്നു. ഇന്നലെ ഇവിടെ വന്നിട്ടാണ് ഇത്രയും ഫുൾ ലെങ്ത് പെർഫോമൻസ് കണ്ടാ പറയില്ല. ആദ്യമായി വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു കണ്ടത്. അതാണ് സൂര്യ ഐറ്റം വേറെയുടെ ആർട്ടിസ്റ്റാണ്. അതെ, നമ്മുടെ ആർട്ടിസ്റ്റ്. സൂര്യ മാത്രമല്ല, ഇവരെല്ലാവരും അതെ മെയിൻ ആർട്ടിസ്റ്റായി മാറിയിരിക്കുകയാണ്. അല്ല, ഒരു നേഴ്സ് വന്നില്ല. ഇപ്പൊ ടിനി ചോദിച്ച ചോദ്യത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞേ, അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്നു നമ്മുടെ ആർട്ടിസ്റ്റ് ആണെന്നുള്ളത്. എനിക്ക് ഹെഡ്ഫോൺ വെക്കുമ്പോ ഇവിടെ അടിച്ചു കയറുന്ന ഒരു ശബ്ദമാണ് സെൽവന്റെ.
ഭയങ്കര റേഞ്ചാണ്. അതില് അത് ശബ്ദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ക്യാരക്ടേഴ്സിനെ മോഡുലേറ്റ് ചെയ്തിട്ട് അവതരിപ്പിക്കുന്ന ഒരാളാണ്. അപ്പൊ സൽമാനും ശ്യാമും അതുപോലെ തന്നെ കൊച്ചു പ്രദീപും കൂടി ഒന്നിച്ചാൽ അടിപൊളിയായിരിക്കും. തീർച്ചയായും. അപ്പൊ നമുക്ക് അവരെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാം. സെൽവൻ, ശ്യാം ആൻഡ് പ്രദീപ്, വെൽക്കം. വേറെ സാറേ സമയം എത്ര മണിയായി സാറേ? സമയം ഇപ്പൊ 10:30 ആയിക്കാണ്. നിങ്ങളുടെ ഡ്യൂട്ടി ടൈം എത്ര മണിക്കാണ്? 10. പഞ്ച്വാലിറ്റി എന്ന് പറയുന്ന സംഭവം ഉണ്ടോ? അറിയാമോ? നിങ്ങളൊരു ഉദ്യോഗസ്ഥൻ തന്നെ കറക്റ്റ് സമയത്ത് വരേണ്ട ഇവിടെ. അല്ല ഈ ട്രാഫിക് ബ്ലോക്ക് അതൊക്കെ കൊണ്ടാ. ബ്ലോക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കറക്റ്റ് സമയത്ത് ഇവിടെ ഓഫീസിൽ കയറണം. മനസ്സിലായോ? അല്ല സാറിന് മനസ്സിലായില്ല. അല്ല ഞാൻ ഈ ആധാർ രജിസ്റ്റർ ചെയ്യാൻ വന്ന ഒരാളാണ്. ഞാൻ സാറിന്റെ ഒപ്പിട് പഠിക്കാൻ വന്നതാണ്. ഞാൻ വിചാരിച്ച എന്നെ പിരിച്ചുവിടാൻ വന്ന ഉദ്യോഗസ്ഥനാണെന്ന്. ഒരു മര്യാദ വേണ്ടേ? വീട്ടിൽ വിളിച്ചു പറ, 2 ആഴ്ച കഴിഞ്ഞ ചെല്ലുമെന്ന് പറ. അതിന് ഇവിടെ നിന്ന് നിന്റെ വേരിറങ്ങിയിട്ട് ആ വേര് വെള്ളം തിളപ്പിച്ച് നീ കുടിച്ചിട്ട് ഇവിടെ നിന്ന് പോകും. അല്ല സാർ എന്റെ ആധാർ ഒന്ന് രജിസ്ട്രേഷൻ ചെയ്ത് തന്നിരുന്നെങ്കിൽ ഞാൻ അങ്ങ് പോകുന്നു സാറേ. കിണ്ടാസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ സാർ? മുന്നാധാരം. മുന്നാധാരം. ഇത് പിന്നാധാരം. ഇത് സൈഡ് ആധാരം. സാറ് മുന്നാധാരത്തിന് വന്നപ്പോ സാറ് പറഞ്ഞ പിന്നാധാരം കൊണ്ടുവരണമെന്ന് പറഞ്ഞില്ല. അപ്പൊ ഞാൻ കയ്യിൽ നിന്നിട്ട് സൈഡ് ആധാരം കൂടെ കൊണ്ടുവന്നു. സാർ ഇനി എന്നെ ഓട്ടിക്കരുത്. ഇതെന്തോ സൂര്യന്റെ പടവും 2 കാക്ക ഇങ്ങനെ പറന്നു പോകുന്നതായിട്ടുള്ള സ്കെച്ചും പ്ലാനും ഇതാണോ ഞാൻ പറഞ്ഞത്? പിന്നെ ഇവിടെ താൻ കാര്യം മനസ്സിലാക്കണ്ടേ? സ്കെച്ചും പ്ലാൻ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശം? അറിയാൻ വയ്യ. ഇവിടെ തന്റെ വീടിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ താമസിക്കുന്ന വടക്ക് ഭാഗം, തെക്ക് ഭാഗം, കിഴക്ക് ഭാഗം ഇവിടെയൊക്കെ താമസിക്കുന്ന ആരാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനല്ലേ പോക്കുവരവ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അല്ല ഈ പോക്കുവരവ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഒരു ക്യാമറയിൽ പെടാതെ ഞാൻ രക്ഷപ്പെട്ടിരിക്കുവായിരുന്നു. വഴിവിട്ട പോക്കുവരവാണ് ഞാൻ ചോദിച്ചത്. പിന്നെ തന്റെ വസ്തുവിന്റെ പോക്കുവരവല്ലേ ഞാൻ ചോദിച്ചത്? വസ്തുവിന്റെ അത് അതിനകത്തുണ്ട് സാർ. എനിക്ക് ഇതിനെപ്പറ്റി അറിഞ്ഞൂടാ. അതുകൊണ്ട് ശരി, തന്റെ പേര് പറ. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന പേരല്ല സാർ. തന്റെ പേരല്ല ഞാൻ ചോദിച്ചത്. തന്റെ പേര് പറയണ. അല്ല രണ്ടും കണക്ക് തന്നെ. അച്ഛന്റെ പേര് പറ. തന്റെ പേര് പറ. ഇത് പറ. ഇത്ര മടിയോ? അമ്മിണി പിള്ള. അതിന് നാണക്കേട് എന്താ? ആർക്കും അറിഞ്ഞൂടാത്തേടാ. ഈ പുള്ളി എന്ത് ചെയ്യുന്നു ഇപ്പൊ? കൊണ്ടുവന്നിട്ടുണ്ടോ പുള്ളിയെ? കൊണ്ടുവരാൻ പറ്റൂല സാർ. എന്ത് പറ്റി? അതായത് കുളിക്കട വെച്ച് പെണ്ണുങ്ങളെല്ലാം കൂടെ കല്ലിനെറിഞ്ഞ് അങ്ങനെ കാലിൽ കമ്പിട്ടിരിക്കുവോ. ഈ പാദത്തിലാണ് ഭയങ്കര ആണി. ആണല്ലേ? ജോലിക്കൊന്നും പോകാൻ പറ്റൂല. ഈ വിവാഹം നിങ്ങളുടെ വിവാഹം കഴിഞ്ഞാണോ? എന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അതെന്ത് പിടിവാശിയാണോ വേണ്ടെന്ന്? അയ്യോ അല്ല. പിന്നെ ഇത് ചേട്ടന്റെ കല്യാണം കഴിഞ്ഞു. ആണോ? ചേട്ടന്റെ കല്യാണം കഴിഞ്ഞ ഭയങ്കര സംഭവം. എന്താണ്? ഈ ചേട്ടന് ജാതകത്തിൽ പ്രശ്നമുണ്ട്. ഇന്നത്തെ കാലത്ത് ജാതകം നോക്കാൻ നിൽക്കരുത്. നമ്മൾ നോക്കേണ്ടത് ആണിന്റെയും പെണ്ണിന്റെയും മൊബൈൽ മേടിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട അതിൽ ഏറ്റവും കൂടുതൽ കോൾ വന്നേക്കുന്ന നെറ്റ്വർക്ക് കവറേജ് അത് കണക്ട് ചെയ്ത് കല്യാണം നടത്താം. ജാതകം നോക്കാൻ നിന്നാ വിഷയമാണെന്ന്. ഈ ലോകം മൊത്തം ഈ ചേട്ടൻ പെണ്ണ് കാണാൻ പോയി. അപ്പൊ നമ്മളെ കൊല്ലത്തില്ലേ സാറേ? എന്തിന് ജാതകം നോക്കിയില്ലെങ്കിൽ ആര് കൊല്ലത്തില്ലേ? പിന്നെ കൊല്ലം സ്ഥലത്തില്ലേ? അവിടെ നിന്ന് ഒരു തങ്കക്കുടം പോലൊരു പെണ്ണ് ഞാൻ ഒപ്പിച്ച് ചേട്ടന് കെട്ടിച്ചു കൊടുത്തായിരുന്നു. ചേട്ടന് തങ്കക്കുടമൊക്കെ ഒപ്പിച്ച് കൊടുത്ത സമയത്ത് എവിടെന്നെങ്കിലും ഒരു കിണ്ടിയെങ്കിലും എടുത്ത് വീട്ടിൽ കൊണ്ട് പോകണം കേട്ടോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല സാറ് അങ്ങനെ പെട്ടെന്ന് തന്നു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പോകാമായിരുന്നു. പെട്ടെന്ന് തരാൻ വേണ്ടി അങ്ങനെ പറ്റത്തില്ല. ഇത് തണ്ണി മൊത്തം വൃത്തിയാരനൊക്കെ പറ്റത്തില്ല. അങ്ങോട്ട് മാറി. അല്ല അങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യം തരും സാറേ. സാറിന് ദേഷ്യപ്പെടേണ്ട കാര്യം തരും സാർ. സാറിന് അറിയാമോ സാറേ? എന്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ 2 മക്കളാണ്. അറിയാമോ? ഞാൻ വന്ന് തടസ്സപ്പെടുത്തിയോ നിങ്ങളുടെ അച്ഛനും അമ്മയും? പിന്നെ നിങ്ങൾ എങ്ങനെ എന്നെ പറഞ്ഞെടുത്ത് വിടാവുന്നത്? അങ്ങോട്ട് മാറി നിൽക്കും. ഓരോ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞ ബാധ്യത സർട്ടിഫിക്കറ്റ്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞ ചേട്ടൻ കൊണ്ടുവരാന്ന് പറഞ്ഞായിരുന്നു. ചേട്ടൻ കൊണ്ടുവരുമോ? ചേട്ടൻ കൊണ്ടുവരും. കൊണ്ടുവരട്ടെ. നിന്നോട് 100 പ്രാവശ്യം ഞാൻ പറഞ്ഞു ഈ മെനകെട്ട സർട്ടിഫിക്കറ്റ് മേടിക്കാൻ എന്നെ പറഞ്ഞു വിടരുന്നു. എന്ത് പറ്റി? ഒന്നാമത്തെ ഈ പുല്ലിന്റെ പേരെനിക്ക് പറയാൻ കിട്ടൂലെന്ന്. പറയാൻ കിട്ടില്ലെങ്കിൽ എഴുതി കാണിച്ചുകൂടായിരുന്ന നിങ്ങൾക്ക്? എടാ ഞാൻ എഴുതി കാണിച്ച മനുഷ്യൻ നാണം കെട്ട് തൊലി ഒടിഞ്ഞു പോയി. അറിയാമോ? അയ്യോ അതെ. ഇതിന്റെ പേര് മലയാളത്തിൽ നീട്ടി എഴുതി കഴിഞ്ഞപ്പോ എന്നെക്കായും നീളം ഉണ്ടെന്നതിന്. ഇതാണ് ഇപ്പൊ പറഞ്ഞ സാധനം. പിന്നെ നിങ്ങളുടെ ഈ സ്ഥിര താമസക്കാരനാണെന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നിരുന്നു? എന്റെ സാറേ ഇതിന് വേണ്ടിയിട്ട് ഏതാണ്ട് 1 വർഷമായി ഞാൻ പഞ്ചായത്തിൽ കയറാൻ തുടങ്ങിയിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഈ സ്ഥിരതാമസത്തിന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി വന്ന ആൾക്കാര് അവിടെ സ്ഥിരതാമസം, അവിടെ ടെന്റ് കെട്ടി താമസിക്കാം. ഇവർക്ക് കൊടുത്തിട്ടാ എനിക്ക് തരുള്ളൂ. ഇത് എന്ത് പറയാൻ പറ്റും? ശരി. നമുക്കിപ്പോ എന്താണ് ചെയ്യേണ്ടത്? ഇത് രണ്ടായിട്ട് വായിക്കണം. മൊത്തം എത്ര സെന്റ് ആണ്? ഇത് 5 സെന്റ്. 5 സെന്റ്. അപ്പൊ ഇത് എന്താണ് ഇത്ര ഇപ്പൊ ഒരു തീരുമാനം? എങ്ങനെ 2ആയിട്ട് ഭാഗിക്ക്? എന്റെ സാറ് സത്യം പറഞ്ഞ ഇപ്പൊ ഇത് ന്യൂട്രീഷൻ ചെയ്തില്ലെങ്കിൽ വിഷയ. ന്യൂട്രീഷൻ? പിന്നെ ഇത് ഈ 2ആയിട്ട് പാർട്ടിഷൻ ചെയ്യണം. ഇത് ചെയ്തില്ലെങ്കിൽ
വീട്ടില് വെട്ടും കുത്തും കൊലപാതകവും നടക്കും. അതെന്താ കാര്യം എന്താ? അത് വേറൊന്നുമല്ല സാറേ, ഈ ചേട്ടന്റെ ഭാര്യയില്ലേ, എന്റെ ചേട്ടത്തി എന്നെ കണ്ണ് കയറിയ കണ്ടുകൂടാ. ചേട്ടന്റെ റൂമിനകത്ത് ഞാൻ ചെന്നൊരു ജഗ്ഗും വെള്ളം ചെന്ന് എടുത്ത് ഇതാണ് ഏത് കണ്ണുപെടുന്ന ചീത്ത എന്റെ ചേട്ടത്തി. അന്ന് മുതൽ തുടങ്ങിയ ലഹളയാ. അവക്ക് ഇവനെ കണ്ണെടുത്താ കണ്ടുകൂടാ. എന്റെ അനിയനല്ലേ, എനിക്ക് ഇവനെ കളയാൻ പറ്റോ? ഞാൻ അവളായിട്ട് മുട്ടപ്പഴക്ക് എത്ര വർഷമായി ഞങ്ങൾ മിണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കിടക്കുന്നത് പോലും 2 റൂമിലാ. അവളൊരു റൂമിൽ കിടക്കും, ഞാനും ഇവനും കൂടി വേറൊരു റൂമിൽ കിടക്കും. ഇത് കാരണം എന്റെ 4 പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര വിഷമം സാറേ. സത്യം, എത്ര പിള്ളേർ വിഷമിക്കുന്ന പറഞ്ഞ? 4. നീ കിടന്നുറങ്ങി അങ്ങ് ഉറങ്ങി പോടാ. സത്യം ഭയങ്കര അവര്. ഇതെങ്ങനെ സാറേ മനസ്സിലായി? അല്ല, ഈ 4 പിള്ളേര് വിഷമിക്കുന്ന പറഞ്ഞപ്പോ മനസ്സിലായി. നീ അങ്ങനെ കിടന്ന് ഉറങ്ങല്ലേ ഏട്ടാ, ഇടയ്ക്കൊക്കെ ഒരു ശ്രദ്ധ വേണം, ഇല്ലെങ്കിൽ 8 പിള്ളേര് വിഷമിക്കും. അപ്പൊ നമുക്ക് ഈ സൈറ്റ് കാണണം, നിങ്ങളുടെ വസ്തു വീട് ഇത് എവിടെയാണ് സ്ഥലം എന്ന് പറഞ്ഞുതരാം. അല്ല, സൈറ്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളെ കപ്പാമുക്ക് ജംഗ്ഷൻ കഴിയുമ്പോഴത്തേക്ക് കിഴങ്ങ് വിളാകം വഴി കയറി പരിപ്പ് മുക്കിന് ചെല്ലണം. അപ്പോഴത്തേക്ക് ഒരു വീട് കാണും, അതാണ് നമ്മളെ വീട്. മൊത്തം സ്ഫോടക വസ്തുക്കളിലാണല്ലോ. ഇത് ഏതാ ഈ യുദ്ധഭൂമി? എവിടെ എനിക്ക് മനസ്സിലായില്ല. അത്രയൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മൾ കപ്പ മുക്കിച്ചല്ല, അവിടുന്ന് നേരെ ഇടത്തോട്ട് തിരിയരുത്, വലത്തോട്ട് തിരിയാ. അങ്ങനെ ചിറ്റേണ്ട കാര്യമില്ലെന്ന്. നമ്മളെ കപ്പാമുക്ക് ജംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 100 മീറ്റർ ഉള്ളു പുളിച്ചിക്ക്. അവിടെ നിന്ന് നേരെ തിരിഞ്ഞ് നേരെ ഒരു പരിപ്പുംകാട് ജംഗ്ഷൻ എത്തും. അത് വേണ്ട, അതൊന്നും വേണ്ടത്. നേരെ വലത്തോട്ട് നിർത്തറ. നിങ്ങൾ രണ്ടുപേരും ആദ്യം ഇത് സ്വന്തം വീട് എവിടാന്ന് ആദ്യം കണ്ടുപിടി, പിന്നെ എനിക്ക് പറഞ്ഞതാ. ഇത് ആദ്യം മനസ്സിലാക്കണം കേട്ടോ. ആ വീട് പൊളിച്ചു കളഞ്ഞേ പറ്റൂ. അല്ല, ഇത് മേപ്പടിയാൻ ഉണ്ണിമുകുന്ദൻ. ഇടോ, മേപ്പടിയാൻ ഇത് ആരെ പേരാണ് വെക്കേണ്ടത്? ഇത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ അമ്മിണിപ്പിള്ള, വെക്കട്ടെ. ഇടോ, ഇത് ആധാരം. മലയാള സിനിമയുടെ അംബാസിഡറെ അതല്ല പറഞ്ഞത്. പിന്നെ ഇതിലൊരു വയലയില്ലേ, അത് റെഡിയാക്കണ്ടേ, അതല്ലേ പറഞ്ഞത്. അതാണ് പറഞ്ഞത്. അപ്പൊ ഞാനൊന്ന് പരിശോധിക്കാം കേട്ടാ. ഇത് പരിശോധിച്ച പ്രകാരം നമുക്ക് സംഭവം മനസ്സിലായിരിക്കുന്നത് എന്താണെന്നറിയാം. വല്ല പ്രശ്നമുണ്ടോ? ഞാൻ നിങ്ങളടുത്ത് എന്തെങ്കിലും അപമര്യാദയായിട്ട് പെരുമാറിയെങ്കിൽ ക്ഷമിക്കണം. അല്ല, ഞാൻ വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ എന്തെങ്കിലും പറ്റി എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വാക്കുമല്ലോ. അല്ല, അങ്ങനെ ക്ഷമിക്കണം, അത് വേറൊന്നും കൊണ്ടല്ല ഞാൻ പറയുന്നത്. മുൻ പ്രമാണങ്ങൾ പരിശോധിച്ചപ്പോ എനിക്ക് മനസ്സിലായ കാര്യം എന്തെന്ന്, നിങ്ങൾ രാജാക്കന്മാരാണ്. പറയുന്നതല്ല, സത്യം. തിരുവനന്തപുരം ജില്ല നിങ്ങളുടെ പേരിലാണ്. തിരുവനന്തപുരം ജില്ല. അതേ, ഇപ്പൊ സെക്രട്ടറിയേറ്റ് ഇരിക്കുന്ന സ്ഥലമില്ലേ, നിങ്ങളുടെ കുടുംബ വീടായിരുന്നെന്ന്. എന്റെ ദൈവമേ, ഇന്നലെ വണ്ടിക്കാശ് പോലും ഇല്ലാണ്ട് തമ്പാനൂര് 2 മണിക്കൂറാണ് ഞാൻ നിന്ന് കറങ്ങിയത്. നേരത്തെ പറയട്ടെ. ഇനി നമുക്ക് ഈ രാജാക്കന്മാർ വേറെ വല്ലതും ഉണ്ടോ നോക്കണം. വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ തങ്കരാജ രവി എന്ന് പറഞ്ഞ ഒരാളുണ്ടോ? ചിറ്റപ്പൻ. ആ പുള്ളി നമ്മുടെ ഒരു മ്യൂസിയം പുള്ളിയുടെ പേരിലായിരുന്നു രജിസ്റ്റർ ചെയ്തേക്കുന്നത്. 2 ആടും 2 കോഴിയും വെച്ച് തുടങ്ങിയതാണ്. പിന്നെ ഇപ്പൊ എന്തോരം മൃഗങ്ങളുണ്ടെന്നറിയാവോ? പിന്നെ ഞാൻ ചേട്ടന്റെ മക്കളെയും കൂടി ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച പോയില്ലായിരുന്നു. അപ്പോഴേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ ഉദ്യോഗസ്ഥന്മാർ എന്നെ ഇങ്ങനെ ചരിഞ്ഞൊരു നോട്ടം നോക്കും കേട്ടോ. ഞാൻ ടിക്കറ്റ് എടുത്താൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അവർക്കറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിലേ സാറേ, നമ്മളെ കൊച്ചുങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് ആ മ്യൂസിയം ഒന്ന് ഇങ്ങനെ പിടിച്ചിങ്ങനെ എടുക്കാൻ പറ്റൂ. തിരിച്ചു പിടിക്കണം. കിട്ടുവോ? അല്ല, ഇപ്പൊ സമയം എന്തായി? ഇപ്പൊ 1 മണി. ഇപ്പൊ പോയാൽ പറ്റത്തില്ല. കാരണം ഈ മ്യൂസിയത്തിലെ ഉദ്യോഗസ്ഥന്മാർക്കല്ല ഊണ് കഴിഞ്ഞിട്ട് അവരൊരു മയക്കത്തിലായി. നമ്മളൊരു 4 മണിക്ക് അവർ ചായ കുടിക്കാൻ ഇറങ്ങൂലേ, ആ സമയത്ത് ചെന്നാൽ ചിലപ്പോ കിട്ടാൻ സാധ്യത. ബന്ധം പറഞ്ഞ് സ്ഥാപിക്കണം നമ്മൾ. അങ്ങനെ പോണ വഴി ചോദിക്കാം. പിന്നെ ഈ നമ്മളെ വിഴിഞ്ഞം പോർട്ട് നിങ്ങളുടെ പേര് തന്നെ കിടക്കുന്ന കേട്ടോ. പക്ഷെ പണി നടക്കുവാണല്ലോ ഇപ്പൊ. പണി കഴിയട്ടെ, ഞാൻ പതുക്കെ പാലിയാച്ച് കേറിക്കോളാം. ഇപ്പൊ ഈ 5 സെന്റ് വസ്തു ഇല്ലേ, ഇത് 2ആയിട്ട് ഭാഗിക്കാം. അപ്പൊ അതിന് വേണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ പഴയ രാജാക്കന്മാരാണല്ലോ, കൊച്ചി രാജാവ് ഒരു 40,000 രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കണം. രജിസ്ട്രേഷൻ ഫീസായിട്ട് അല്ലാതെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു 40,000 അടയ്ക്കണം വലിയ രാജാവ്. എന്റെ കയ്യിൽ 5 പൈസ ഇല്ല സാർ. ഇല്ല സാറേ, 40 പൈസ എന്റെ അടുത്ത്. അപ്പൊ ഒരു കാര്യം ചെയ്യും, 2.5 സെന്റ് വസ്തു 2 പേരുടെ പേരിൽ എഴുതി വെക്കാം. ബാക്കി 2.5 ഇത് രജിസ്ട്രേഷൻ ഫീസായിട്ടും കരമടച്ച് പതിച്ചു തരണം, എനിക്ക് പതിച്ചു തരണം. ചേട്ടാ, നടക്കുന്ന കാര്യമില്ല കേട്ടോ, നമ്മളിങ്ങനെ നടക്കും. ഞാനേ സാറിനോട് സംസാരിച്ചു നോക്കാം. പിന്നെ അല്ല, നമ്മൾ ഇത് റെഡിയാക്കേണ്ടത് പറ്റുന്നുണ്ടോ? ഇത്രേ കാര്യങ്ങള് പതിച്ച് തന്നു കഴിഞ്ഞാൽ കാര്യം നോക്കണേ. കണ്ട മുൻ പ്രമാണങ്ങൾ കണ്ട രാജവംശവും ശരിക്കും പതിഞ്ഞു.
പതിഞ്ഞാ ഇനി സ്റ്റാമ്പ് വെക്കണ ഇല്ല പഞ്ഞു വെക്കാം. പഞ്ഞി വെക്കാം. എടാ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ നമ്മള് കരം പതിച്ച് കൊടുക്കണം. ഇരിക്കണ വേണം വേണം. അയ്യോടാ ഇവന്റെ സാറേ ആ കോവളത്ത് മതാമാര് കിടക്കുന്നില്ലേ, ആ കോവളം എങ്ങനെ എനിക്ക് തരൂ? ക്ലൈമാക്സ് ആയി പോടാ പോടാ കഴിഞ്ഞു. നല്ലതായിരുന്നു. കാരണം ഒരു സർക്കാർ ഒരു ഓഫീസിൽ നടക്കുന്ന ചില കാര്യങ്ങളെ രസാവഹമായ രീതിയിൽ നിങ്ങൾ അവതരിപ്പിച്ചു. അത്യാവശ്യം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു ചെറിയ സെറ്റപ്പ് സംഭവത്തിന് വേണ്ടിയിട്ട് എവിടെയെല്ലാം പോയെന്നുള്ളത്, ഏതൊക്കെ രാജകുടുംബവും കാര്യങ്ങളൊക്കെ വന്ന് സ്കെച്ചും പ്ലാനും. ഈ സ്കിറ്റിന്റെ സ്കെച്ചും പ്ലാനും ആരായിരുന്നു? എല്ലാരും കൂടിയാ. നിങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് മൊത്തം ഒരു ടീം വർക്ക് ഇതിന് പിന്നിലുണ്ടായിരുന്നു. എനിക്കൊരു ഒറ്റ നിർദ്ദേശം മാത്രമേ ഉള്ളൂ, കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. ഇതിനിടയിൽ കുറച്ച് നല്ല നല്ല കൗണ്ടറുകൾ അത്ര കാര്യമായിട്ട് ഈ സ്കിറ്റിൽ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ടോട്ടാലിറ്റിയിൽ നല്ല രസമുള്ള ഒരു കളിയും നല്ലൊരു സ്കിറ്റുമായിരുന്നു. സെൽവന്റെ ശബ്ദത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് അഴിമതി, ഫ്രോഡ്, ചതിയനൊക്കെ പറ്റിയ ശബ്ദമാണ്. പറയാനും അതെ എന്തോരം ആ ഒരു സാധനം. അതാണ് കാരണം ആ ജോലിയോട് ഒരു വിരക്തിയുള്ള ഒരു മനുഷ്യനാണെന്ന് നമുക്കറിയാം. ഒരിക്കലും എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്ന അല്ലാതെ അങ്ങനെയുള്ള ആൾക്കാർ. പക്ഷെ നല്ല ഓഫീസർമാരും ഉണ്ട് ഇവിടെ കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ശ്യാമ് ഇതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു തൊണ്ട തൊഴിലാളിയായിരുന്നു. ത്രൂ ഔട്ട് നിന്ന് കളിച്ചു എന്നുള്ളതാണ് അല്ലേ ശ്യാമ്. ഫുള്ളായിട്ട് എനർജി എടുത്തിട്ട് ചെയ്തു. പിന്നെ കുറച്ചുകൂടി ഹ്യൂമർ കയറ്റായിരുന്നു. മൊത്തം തിരുവനന്തപുരം വരെയായിരുന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ അവിടുത്തെ ശരിക്കും വലിയ രാജകുടുംബത്തിലെ ആൾക്കാരാണ്. ഇവരൊരു സങ്കല്പത്തിലേക്ക് പോകുന്ന ഒരു ഹ്യൂമറും കൂടി കയറ്റാമായിരുന്നു. എൻ്റെ ഒരു സജഷൻ മാത്രമാണ്. അപ്പൊ ഓൾ ടുഗദർ നന്നായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. നല്ലൊരു ആക്ഷേപഹാസ്യമായിരുന്നു ഇത്. സറ്റയറാണത്. ശരിക്കും ഒരു കോമഡി സ്കിറ്റ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ആക്ഷേപഹാസ്യമാണ് ശരിക്കും സറ്റയർ. പക്ഷെ ഇപ്പോഴത്തെ ഈ കാലഘട്ടങ്ങളിൽ പണ്ട് നമ്മൾ കേട്ടിട്ടുള്ള അഴിമതികൾ ഇപ്പം ഇല്ല. പ്രത്യേകിച്ച് ഈ മൊബൈൽ ഫോണും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം അത്യാവശ്യം കാര്യങ്ങളൊക്കെ വളരെ ഡീസൻ്റ് ആയിട്ടാണ് പോകുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. മുമ്പായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ പഞ്ച് കിട്ടിയാൽ നമ്മൾ കാര്യത്തിനൊക്കെ ചെന്ന പെട്ടെന്ന് കാര്യം നടക്കുന്നുണ്ട് ഇപ്പോൾ. പിന്നെ രണ്ടാമത് എനിക്ക് ഇഷ്ടപ്പെട്ടത് തുടക്കത്തിലെ സ്റ്റാർട്ടിങ് പഞ്ച് ഗംഭീരമായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കൊള്ളാം. പിന്നെ ടിനി പറഞ്ഞൊരു പോയിന്റ് എനിക്ക് പറയുന്നത്, ഇത്രയും സംഭവങ്ങളൊക്കെ ഇവരുടെ കയ്യിലാണെന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ മുഖത്ത് വരുന്ന ഒരു എക്സ്പ്രഷൻ ഭയങ്കരമാവണം. കാരണം ഞെട്ടിപ്പോണം. നിങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ ഉടമസ്ഥന്മാരെന്നൊക്കെ പറയുമ്പോൾ ആ ഞെട്ടലുണ്ടായില്ല. നിങ്ങൾ ശരിക്കും അവിടെ തകർക്കേണ്ടതാണ്. അവിടെ മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് ലാസ്റ്റാണ് ഇവിടെ കിട്ടുന്നത് ഇയാളുടെ ഊടായ്പാണെന്ന്. അവിടെ വേണം തല്ലാനായിട്ട്. അപ്പോൾ അവിടെ ഒരു ഇത്തിരിയും കൂടെ നിങ്ങൾക്ക് പിച്ച് കയറ്റി കളിക്കാമായിരുന്നു അല്ലേ? നല്ല ഒരു സെറ്റയറായിരുന്നു. നിങ്ങളുടെ പെർഫോമൻസ് ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. നന്നായിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇതിന് നമുക്ക് കാര്യങ്ങളും കൂടെ തുടങ്ങിയാലോ? ഒരു 12 തുടങ്ങാം. 12,000. ഞാനൊരു 15,000. അപ്പൊ 27,000. എന്തായാലും ഒരു ആധാരവും ഒരു പരിപാടികളൊക്കെ അല്ലേ പാർട്ടീഷനൊക്കെ അല്ലേ. അപ്പം ബാക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൊച്ചു പ്രതിഭനെ കൂടെ കൺസിഡർ ചെയ്ത് കൈക്കൂലി കൊടുത്തിട്ടുണ്ട്. ഇവൻ കൈക്കൂലി കൊടുത്തു. പ്രദീപേ, മികച്ച കൊമേഡിയനുള്ള ഒരു അവാർഡൊക്കെ കണ്ടൊരു പോസ്റ്റർ ഞാൻ കണ്ടു. പ്രത്യേക അഭിനന്ദനങ്ങൾ. ഒരുപാട് സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് തീരാൻ സമയമായിരിക്കുകയാണ്. അതെ നല്ല ഗംഭീര സ്കിറ്റുകളാണ് അല്ലേ പ്രസാദ്? അതെ. അപ്പം ഇതിലും നല്ല സ്കിറ്റുകളുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ഗുഡ് നൈറ്റ്.